ഇതെന്താ മൂക്കാറൊക്കെ ഇട്ടിട്ട് വരുന്നത്? പിന്നെ ഇപ്പഴ നാട്ടിൽ നിന്ന് വന്നത് ഒന്ന് ചോദിച്ചോക്കാം. അല്ലടോ, ഇതിപ്പോ എന്താ പറ്റി? ഇതോ നാട്ടിൽ പോകുമ്പോ നമ്മളെ ഷബീർ ബച്ച അല്ലെങ്കിൽ പോണില്ല. ഒരു സാധനം കൊണ്ട് ഷബീർ വരാണ്ട് ഓൻ തരം വന്നില്ല ചെങ്ങയ്യോ. ഹലോ, നിങ്ങൾ ഏടാ? ഞാൻ ഇറങ്ങാൻ നിൽക്കാണ്. ഞാൻ അവിടെ എത്തിച്ചെങ്ങായി. ആ ഷബീർക്കാന്നല്ല, ഞാൻ പോട്ടെ. ഞാൻ പറഞ്ഞോട്ടാല് എന്റെ മറ്റേ സാധനം ഇതാ. പിന്നെ ഇതിന്റെ വല്യമ്മക്ക് കൊടുക്കണം. വല്യമ്മക്ക് മുട്ടുവേദനക്ക് പെട്ടാനുള്ള കവറൊന്നും വേണ്ട. കവറൊന്നും എഴുതിയത് ആ സാധനം ഒന്നും വേണ്ട. അതൊക്കെ എന്തിനാണ്? മാറിപ്പോയെന്നില്ല. നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ ചെറിയ കുട്ടിയാ. പറഞ്ഞിട്ട് ഈ കവറെല്ലാം കൂടി എന്തിനു കൊണ്ടുപോകണെന്ന് മാറിപ്പോന്നു. എന്താ ചെയ്യാ? ഇത് വല്യമ്മന്റെ വല്യമ്മക്ക് വായിക്കാത്തൊക്കെ തോന്നതിൽ എഴുതി വെച്ചാണ്. ഓക്കെ, എന്നാല് പോയി വന്നിട്ട് കാണാം. സമയമല്ല, ഇനി 15 ദിവസം കഴിഞ്ഞിട്ട് കാണാം. ഞാനെത്തും വരുന്നുണ്ടോ? പോരാ, ഇവിടെ നിൽക്ക്. ഉറങ്ങുന്നതിന് മുന്നേ പുരട്ടിയിട്ട് കാൽ നിവർത്തി വെക്കുക. ഇതെന്തിനാ നിവർത്തി വെക്കുന്നത്? അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്ത ഏരിയയ്ക്കും. ഇതിന്റെ കണ്ണു മുമ്പിൽ വരണ്ട, പോയി കിടന്നു. കണ്ണി കൊണ്ടൊക്കെ വേണ്ടാത്തോടത്ത് പറഞ്ഞുമ്പോ ആലോചിക്കണ്ടിരുന്നു. ലീവ് ഇപ്പൊ തീരെയാണല്ലോ. ഹലോ ഹലോ, എനിക്കൊരു 10 ദിവസത്തെ ലീവ് കൂടി തരുമോ? എന്താ പ്രശ്നം? അല്ല, ഞാനൊരു പ്രത്യേക അവസ്ഥയില. അതാ 10 ദിവസം ലീവൊക്കെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട്. അല്ലാ, ഓനോട് ഇതെങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുക? സുന്നത്ത് കഴിഞ്ഞ് കിടന്നപ്പോ പോലും ഞാൻ ഇത്ര കഷ്ടപ്പെട്ടില്ല. 15 ദിവസമായി കിടന്ന്. അല്ല, ഇതാരാ? ഇത് വിസിറ്റിംഗിന് എന്ന ബംഗാളിയാ. 10 ദിവസം ഞാൻ എന്റെ കൂട്ടിയാ. അപ്പൊ ശരി, എന്നാല് ഡോക്ടർ ചൂടുവെള്ളം കൊണ്ട് ഉപ്പിട്ട് കീറാൻ പറഞ്ഞു. അപ്പൊ സമയം പോട്ടെ. ബായ്, ആരാം സജാ. ഹലോ, അല്ല ശബീറെ, ജി എന്ത് ജാമാ അവർക്ക് കൊടുത്തത്? കാണാതിരിക്കാ ഞാൻ. പിന്നെ എന്റെ വല്യമ്മ നാട്ടിൽ ഐസിയുല. എന്റെ വല്യമ്മക്ക് ഞാൻ എന്തെങ്കിലും പറ്റട്ടെ, അപ്പൊ ഞാൻ അതിന്റെ പോലെ കാണിച്ചു കൊടുക്കാം. അല്ല, അപ്പൊ ക്രീമാണോ മാറിപ്പോയത്? ക്രീമല്ലടോ മാറിയത്, അതിന്റെ ഉള്ളിൽ എഴുതി വെച്ച ചീട്ടാണ് മാറി. തിന്നാളുടെ അടുത്ത് പരട്ടിക്കണ്. തമ്മിൽ ഗുരുമാരല്ലേ